ഓപ്പൺ സ്കൂളിൽ പഠിച്ച കുട്ടികൾക്ക് നീറ്റ് എക്സാമിനേഷൻ എഴുതാൻ പാടില്ല. ഇന്ന് സുപ്രീം കോടതി തിരുത്തി. ഇത് മൗലികാവകാശമാണ്. ഇന്ത്യയിലെ വിദ്യാഭ്യാസ അവകാശ സംരക്ഷണ രംഗത്തെ ഏറ്റവും സുപ്രധാനമായ ഒരു വിധിയാണ് ഇന്നലെ സുപ്രീം കോടതിയിൽ വന്നത്. ഇവിടെ ഓപ്പൺ സ്കൂളിലെ കുട്ടികൾക്ക് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതാൻ യോഗ്യതയില്ല എന്ന് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ഒരു ദിവസം രാവിലെ, അതും ഒരു അക്കാഡമിക് ഇയറിന് നടുവിൽ വെച്ചിട്ട് ഒരു സർക്കുലർ പെട്ടെന്ന് കൊണ്ടുവരുന്നു. എന്നിട്ട് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികൾ വേണ്ടത്ര രീതിയിൽ നന്നായി പഠിച്ചിട്ടില്ല എന്നാണ്. നോക്കൂ, ഇതിൽ ഏറ്റവും ഐറണി കാലത്ത് ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻട്രൻസ് എക്സാമിനേഷൻ, നീറ്റ് എക്സാമിനേഷൻ പോലെ ഒരു പരീക്ഷ എഴുതി വിജയിക്കാനുള്ള ഒരു കുട്ടിയുടെ മിടുക്ക് പോലും അവിടെ കാൽക്കുലേറ്റ് ചെയ്യാതെ വളരെ കൃത്യമായി ഒരു സമയത്ത് പ്ലാൻ ചെയ്തതുപോലെ ഓപ്പൺ സ്കൂളിലെ കുട്ടികളെ മുഴുവനും നിരോധിച്ചു. അതിൽ മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് നാഷണൽ ഓപ്പൺ സ്കൂളിനായിരുന്നു ശരിക്ക് അവർ ഉന്നം വെച്ചത്. പക്ഷെ കേരളത്തിലേക്ക് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഓപ്പൺ സ്കൂൾ ശരിക്കും നടത്തുന്നത് നമ്മൾ ഹയർ സെക്കൻഡറി ബോർഡാണ്. 2 വർഷത്തെ കോഴ്സാണ്. നമ്മളുടെ കുട്ടികൾ സെയിം പരീക്ഷയാണ് എഴുതുന്നത്. അല്ലാണ്ട് കേരളത്തിൽ മറ്റൊരു ഓപ്പൺ സ്കൂളില്ല. പല സംസ്ഥാനങ്ങളിലും മറ്റൊരു ഓപ്പൺ സ്കൂളുണ്ട്. അതൊന്നും കാൽക്കുലേറ്റ് ചെയ്യാണ്ട് ഓപ്പൺ സ്കൂളിലെ കുട്ടികൾക്ക് മുഴുവനും പ്രൈവറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും ഒരു ദിവസം രാവിലെ നിരോധനം. എന്താണെന്ന് കാരണം പോലും പറയാതെ. മറ്റൊരു തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ ജിമെയിൻ എക്സാമിനേഷനിൽ ഇങ്ങനെ യാതൊരു പ്രശ്നവുമില്ല. നീറ്റ് എക്സാമിനേഷനിൽ മാത്രം ഇങ്ങനെ ഒരു പ്രശ്നം. ഇതിന്റെ ഏറ്റവും തമാശ എന്ന് ആലോചിച്ച് നോക്കൂ. ഈ പറഞ്ഞ പരീക്ഷ പാസ്സായ കുട്ടികളാണ് എൻട്രൻസ് എക്സാം എഴുതേണ്ടത്. എൻട്രൻസ് എക്സാമിനേഷൻ പാസ്സാവാനുള്ള ഒരു ബുദ്ധിമുട്ടും മിടുക്കും ആലോചിച്ച് നോക്കൂ. അത് കഴിഞ്ഞതിന് ശേഷം അത് കിട്ടിയ കുട്ടി +2 ശരിക്കും പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പുതിയ നിയമം കൊണ്ടുവന്നത്. ഉടൻ തന്നെ കുട്ടികൾ ഡൽഹി ഹൈക്കോടതിയിലാണ് ആദ്യം നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. ഡൽഹി ഹൈക്കോടതി അതിനെ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ എന്ന് പറഞ്ഞ് ഒഴിവാക്കുകയാണ് ചെയ്തത്. അവിടെ വെച്ച് നിർത്തിക്കളഞ്ഞു. പക്ഷെ അപ്പോഴും മനസ്സിലാവാതെ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ഉടൻ തന്നെ ഒരു സ്പെഷ്യൽ ലീവ് പെറ്റീഷനായിട്ട് നേരെ സുപ്രീം കോടതിയിലേക്ക് പോയി. അത് മുതൽക്ക് ഇങ്ങനെയുള്ള അവസ്ഥകളിൽ പഠിക്കേണ്ടി വരുന്ന കുട്ടികൾ, സ്കൂളിൽ പോകാണ്ട പലതരത്തിലുള്ള സാമൂഹ്യ സാഹചര്യങ്ങളിൽ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റിയില്ല എന്ന് വരാം. ആ കുട്ടികൾക്ക് ഓപ്പൺ സ്കൂൾ വളരെ സൗകര്യവും വളരെ ഫലവത്തായ ഒരു മാർഗമായിരുന്നു. പാർലമെന്റിന്റെ നിയമം അനുസരിച്ചാണ് നാഷണൽ ഓപ്പൺ സ്കൂൾ കൊണ്ടുവന്നത്. അതിനെ പോലും എതിർക്കുന്ന രൂപത്തിലാണ് അന്ന് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ചെയ്തത്. അന്ന് അങ്ങനത്തെ ഒരു സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ കൊടുക്കുകയും സുപ്രീം കോടതി പരിഗണിക്കാണ്ട് മാറ്റിവെക്കുകയും ചെയ്തു. അത് മുതൽക്ക് ഇതുവരല്ലേ എല്ലാ പ്രോസ്പെക്ടസിലും നമ്മൾ കാണുന്ന ഒരു ക്ലോസ് ഉണ്ടായിരിക്കും, ഓപ്പൺ സ്കൂളിൽ പഠിച്ച കുട്ടികൾക്ക് നീറ്റ് എക്സാമിനേഷൻ എഴുതാൻ പാടില്ല. പക്ഷേ ഇപ്പൊ ഇതിന്റെ മുകളിൽ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുന്നത് സുപ്രീം കോടതിയിൽ. ആ കേസ് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് അനുകൂലമായി വിധിക്കുകയാണെങ്കിൽ ഈ കുട്ടികളെ പുറത്താക്കും എന്ന് പറഞ്ഞൊരു ക്ലോസ് വെച്ചിട്ടായിരുന്നു എല്ലാ കാലത്തും കുട്ടികൾ പരീക്ഷ എഴുതിക്കൊണ്ടിരുന്നത്. ഇന്ന് സുപ്രീം കോടതി തിരുത്തി. ഓപ്പൺ സ്കൂളിലെ കുട്ടികൾക്ക് മാത്രമല്ല പ്രൈവറ്റ് രജിസ്ട്രേഷൻ, അതുപോലെ പ്രായപരിധി തുടങ്ങിയ കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ എടുത്ത് ഒഴിവാക്കിയിരുന്നു. ഇത് മൗലികാവകാശമാണ്. പ്രൊഫഷണൽ കോളേജിൽ പരീക്ഷ എഴുതാനും പഠിക്കാനുമുള്ള ഒരു കുട്ടിയുടെ അവരുടെ കഴിവിനെയും അവരുടെ മിടുക്കിനെയും അംഗീകരിക്കുകയും ചെയ്യണം. അത് തീർച്ചയായിട്ടും അതിലൊരു ഡിസ്ക്രിമിനേഷൻ പാടില്ല. അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞ് തന്നെയാണ് ഇപ്രാവശ്യം അത് എല്ലാ കാലത്തേക്കും സുപ്രീം കോടതി എടുത്ത് ഒഴിവാക്കിയത്. പ്രത്യേകിച്ച് ഒരു കാര്യം ആലോചിച്ച് നോക്കൂ. ഇക്കാലത്ത് ഓൺലൈൻ കോഴ്സുകള്, ഓൺലൈൻ ഡിഗ്രികള്, ഡ്യുവൽ ഡിഗ്രികള്, ഒരു സ്ഥലത്ത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു സ്ഥലത്ത് നമുക്ക് ഡിഗ്രി എടുക്കാം തുടങ്ങിയ പുതിയ റെവല്യൂഷണറി ആയിട്ടുള്ള കാര്യങ്ങളും, ഈ ലോകം വളരെ വലുതാണെങ്കിലും എത്രത്തോളം ചെറുതാണ് പഠനത്തിന്റെ കാര്യത്തിൽ നമുക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ ലോകത്തുള്ള ഏത് യൂണിവേഴ്സിറ്റിയിലും പഠിക്കാൻ പറ്റുന്ന ഒരു സമയത്താണ് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓൺലൈൻ പഠിക്കുക, പ്രൈവറ്റ് രജിസ്ട്രേഷൻ ഒന്നും അനുവദിക്കില്ല എന്ന്. അത് അന്ന് തന്നെ അത് സുപ്രീം കോടതി കൊട്ടയിലിടേണ്ട വിധിയായിരുന്നു. അത് ഇപ്പോഴാണ് പ്രാബല്യത്തിലായത്. ഏതായാലും ഇത് ഈ പറഞ്ഞിരിക്കുന്ന വിദ്യാഭ്യാസ രംഗത്ത് അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാഴികക്കല്ലാവുന്ന ഒരു വിധിയാണ്. നമ്മൾക്ക് ഈ കാര്യത്തിൽ വളരെയധികം സന്തോഷിക്കാം. കുട്ടികൾക്ക് ഏതവസ്ഥയിൽ ഇരുന്ന് പഠിച്ചിട്ടും കുട്ടിക്ക് മിടുക്കുണ്ടെങ്കിൽ എൻട്രൻസ് എക്സാമിനേഷൻ അല്ല, ഇന്ത്യയിൽ ഏത് പരീക്ഷയ്ക്കും യോഗ്യതയുണ്ടാവും എന്നുള്ള സുപ്രീം കോടതി വിധി എല്ലാ കാലത്തേക്കും നമ്മൾക്ക് ആശ്വസിക്കാവുന്ന ഒരു വിധിയാണ്. താങ്ക് യു വെരി മച്ച്.